ഇന്നലെ സെക്ഷൻ ഇയുടെ വീഡിയോ ഇട്ടതുകൊണ്ടാണ് സ്പീഡ് ആൻഡ് ലവിന്റെ പുതിയ എപ്പിസോഡ് ഇടാൻ പറ്റാതിരുന്നത്. കുറച്ച് തിരക്കായിപ്പോ ഈ രണ്ട് വീഡിയോയും കൂടി ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. എന്തായാലും നമുക്ക് വേഗം തന്നെ ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ജിൻ ഇപ്പോൾ പങ്കെടുക്കുന്ന റേസിൽ അവന് വലിയ ആപത്ത് വരാൻ പോകുന്നു എന്നൊരു മുന്നറിയിപ്പ് അവന് നൽകാൻ വേണ്ടി ആ റൂട്ടിന്റെ കാര്യങ്ങളൊക്കെ അവന് എങ്ങനെയും അറിയിക്കണം എന്ന രീതിക്ക് പുറപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും അവൾക്ക് അവന്റെ അടുത്തേക്ക് എത്താനേ സാധിക്കുന്നില്ല. താഴെ നിന്ന് ആ ഒരു റോഡ് ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവിടെ നിൽക്കുന്നത് സ്നേക്കിയും അവളുടെ അച്ഛനും അവരുടെ ആളുകളും ഒക്കെ തന്നെയാണ്. ആദ്യമൊക്കെ സ്നേക്കിയോട് പറയുമ്പോൾ സ്നേക്കി ജിൻ അവളെ ഇൻസൾട്ട് ചെയ്തു എന്ന ആ ഒരു ഭയങ്കര കലിപ്പിൽ അവൻ എന്ത് സംഭവിച്ചാലും എനിക്കൊരു ചുക്കുമില്ല എന്ന രീതിക്ക് നിൽക്കാണ്. ആ ടീം അവൾക്ക് ഇതിൽ ഇടപെട്ട് ഒരു ആപത്തും വരരുതെന്ന രീതിക്കാണ് ജിൻ അവളെ അകറ്റി നിർത്തുന്നത്. അല്ലാതെ അവളോട് അവന് വെറുപ്പായിട്ടൊന്നുമില്ല എന്ന കാര്യങ്ങൾ പറയുകയും ഒപ്പം തന്നെ സ്നേക്കി എന്റെ കാല് പിടിച്ച് ആവശ്യപ്പെടും എന്ന രീതിക്ക് പറയുമ്പോൾ അവിടെ സ്നേക്കിയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് ആവശ്യപ്പെടാൻ പോലും തയ്യാറാവുന്നുണ്ട്. എന്തായാലും ആദ്യമൊക്കെ ബലം പിടിച്ച് നിന്നെങ്കിലും പിന്നീട് മനസ്സ് മാറുന്നവൾ മൂവിനെ അങ്ങോട്ട് പോകാൻ അനുവദിക്കുമ്പോൾ വേഗം തന്നെ സാൻലിയുടെ കൂടെ വണ്ടിയിൽ നേരെ റേസ് നടക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെടുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഓൾറെഡി അവിടെ റേസ് സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും റേസ് നടക്കുന്നതിന്റെ ആ ഒരു ഭയങ്കര വണ്ടിയുടെ എറപ്പിന്റെ ഒക്കെ സൗണ്ട് നന്നായി കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ജിന്നിന്റെ കൂടെ തന്നെ സാങ് ആ റേസിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും എത്ര സ്പീഡിൽ പോകാൻ നോക്കിയാലും റേസ് നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് അവർ റേസ് ചെയ്ത് പോകുന്ന സ്പീഡിൽ എത്താനേ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന അപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത്. അത് ലൂമിനസ് പേൾ എന്ന ഫയർ വർക്ക്സ് ആണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിരുന്നല്ലോ, ഒന്ന് ഡേറ്റിന് പോയ ടീം ജിന്നും ഇത്തരം ഫയർ വർക്ക്സ് ഒക്കെ ഒട്ടിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഹാപ്പി ആയി നിൽക്കുന്നത്. എന്തായാലും അത് കാണുന്ന അവൾക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. ഈ ഒരു ഫയർ വർക്ക്സ് അവൾക്ക് കാട്ടിക്കൊടുക്കുന്ന ടീം അവൻ പറഞ്ഞിരുന്നു, റേസിംഗ് ഫയർ വർക്ക്സ് പോലെ തന്നെയാണ്, ലൈറ്റിനെ ചേസ് ചെയ്യുന്ന കണക്ക് തന്നെ ഇത് നിമിഷ നേരം കൊണ്ട് രണ്ടും കഴിയുന്നെല്ലാം അവൻ ഇങ്ങനെ പറഞ്ഞു തോർക്കുന്നവൾ ഇത് ഉപയോഗിച്ച് അവനൊരു വാർണിംഗ് നൽകാം. ഇത് എത്ര ദൂരം നിന്നാലും പെട്ടെന്ന് ഒരാൾക്ക് കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഫയർ വർക്ക്സ് ആണ്. അതുകൊണ്ട് തന്നെ അവൻ ഇത് തീർച്ചയായും താൻ ഇവിടെ വെച്ച് ഇത് പൊട്ടിച്ചാലും കാണാൻ സാധിക്കാതെ വഴി അവൻ മനസ്സിലാക്കും എന്തെങ്കിലും ഒരു സൂചന എന്ന് തോന്നുന്നവൾ അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും റേസ് ചെയ്ത് പോകുന്ന ടീം സാങ്ങിനെ മറികടന്ന് നന്നായി റേസ് ചെയ്ത് ജിൻ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഒരു ഫയർ വർക്ക്സ് അവൻ കാണുന്നത്. ആ ടീം ആ ഫയർ വർക്ക്സ് അവിടെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുന്ന അവൻ ഒരുപക്ഷെ ഇത് തനിക്കുള്ള ഒരു സിഗ്നൽ ആയിരിക്കാം എന്ന് മനസ്സിലാക്കി ആ ഒരു ഫയർ വർക്ക്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വണ്ടി എടുക്കാനേ നോക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവന് ബ്രേക്ക് അവന്റെ കൺട്രോളിൽ കിട്ടുന്നില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് അൺറെസ്പോൺസീവ് ആണ്. ഏതാണ്ട് മറ്റൊരാള് ജിൻ ഓടിക്കുന്ന വണ്ടിയുടെ ബ്രേക്ക് കൺട്രോൾ ചെയ്യുന്ന കണക്കുണ്ട്. അതെ, പ്രതീക്ഷ കണക്കന്നെ അവിടെ വലിയൊരു ചതി നടന്നിരുന്നു. ജിന്നിന്റെ കാറിന്റെ ബ്രേക്ക് സ്നേക്കിയുടെ അച്ഛൻ അയാളുടെ ഫോൺ വഴി കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. അയാൾ അതിൽ ഷോർട്ട് സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യും ആ ഒരു വെഹിക്കിളിനെ ബ്രേക്കിംഗ് സിസ്റ്റത്തെ തന്നെ അഫക്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ കാർ സ്ലോ ഡൗൺ ചെയ്യാൻ സാധിക്കാതെ അത് ഒരു ക്ലിഫിൽ ചെന്ന് ഷാർപ്പ് ടേൺ എടുത്ത് ഇടിച്ച് അവിടെ വലിയൊരു എക്സ്പ്ലോഷൻ നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മറ്റാരുടെയും കാറില്ല, ജിന്നിന്റെ കാർ തന്നെയാണ് അവിടെ ആ ഒരു വലിയ അപകടത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും പുറകിന് വന്ന റേസേഴ്സ് ആ ഒരു കാറിൽ തീ പടരുന്ന കണ്ട് അടുത്തേക്ക് പോകാതെ മാറി തന്നെ നിൽക്കുകയാണ്. എന്തായാലും ഇവിടെ നടന്ന ആ വലിയ എക്സ്പ്ലോഷന്റെ സൗണ്ട്, ആ തീ കത്തുന്ന കാഴ്ചയൊക്കെ തന്നെ നിൽക്കുന്നിടത്ത് നിന്ന് കേൾക്കാനും കാണാനും സാധിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. വലിയൊരു നിലവിളിയോടുകൂടി അവളുടെ ബോധം നഷ്ടപ്പെടുന്നു. ഇതേ ടീം റേസിന്റെ ഇടയിൽ ഒരു എക്സ്പ്ലോഷൻ നടന്ന കാര്യവും ഈ ആക്സിഡന്റിന്റെ കാര്യവും ഒക്കെ തന്നെ ന്യൂസിൽ എത്തുന്നുണ്ട്. അത് കാണുന്ന ജിന്നിന്റെ അച്ഛൻ വേഗം തന്നെ അവനെ പലതവണ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും അവനെ ലൈനിൽ കിട്ടിയതേ ഇല്ല. അദ്ദേഹത്തിന് ഭയങ്കര പേടിയാവുന്നു. കാരണം അവനൊരു റേസിന് വേണ്ടിയാണ് തയ്യാറെടുക്കുന്നതെന്ന് അദ്ദേഹത്തിനും അറിയാമായിരുന്നല്ലോ. എന്തായാലും അവിടെ നിന്ന് ഒരുവിധം സാൻലി മൂവിനെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. നീ വീട്ടിൽ പോയിരിക്കും, അവിടേക്ക് അവൻ എത്തും, നീ വീട്ടിൽ പോകുന്നൊക്കെ പറഞ്ഞ് ഒരുവിധം പറഞ്ഞു വിടുമ്പോൾ അവൾ പോകുന്നുണ്ടെങ്കിലും അവിടെ ഉറങ്ങാതെ കതകം തുറന്നു വെച്ച് ജിൻ വരുന്നതും കാത്തിരിക്കാണ്. പക്ഷെ അവൻ വന്നതേ ഇല്ല. പിന്നീട് ജിന്നിനെ പറ്റി ഒരു വിവരം ഇല്ലാണ്ടാവുമ്പോൾ അവൾ വീണ്ടും സാൻലിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അതായത് ജിന്നിന്റെ ഗ്യാരേജിലായിരുന്നു സാൻലി ഒക്കെ ഉണ്ടായിരുന്നു. സാൻലി അവിടെ വെച്ച് പലരെയും ഫോൺ ചെയ്ത് ജിന്നിന്റെ വിവരം തിരക്കുന്നുണ്ടെങ്കിലും ആർക്കും ഒരു വിവരവും കിട്ടുന്നില്ല. അടുത്തുള്ള ഹോസ്പിറ്റലിലൊന്നും ജിൻ ഇങ്ങനെ അപകടത്തിൽപ്പെട്ട് അഡ്മിറ്റ് ആയതായിട്ട് വിവരമില്ല. ഫ്യൂണറൽ ഹോമിലൊന്നും ജിന്നിനെ കണ്ടെത്താനും സാധിക്കുന്നില്ല. അതായത് അവനൊരു അപകടം പറ്റരുതെന്നാണ് പ്രാർത്ഥനയെങ്കിലും അവനെ പറ്റി ഒരു വിവരം ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇവർ അന്വേഷിക്കുന്നുണ്ട്. പോലീസ് ആയാലും ഒഫീഷ്യലി അപകടത്തിൽ ജിന്നിന്റെ വണ്ടി പെട്ടെങ്കിലും അവന്റെ മരണം ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ശുഭപ്രതീക്ഷയ്ക്ക് അവസരം ഉണ്ടെങ്കിലും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. മൂനാണെങ്കിൽ അവളുടെ ലോകം മൊത്തവും ഒറ്റ നിമിഷത്തിൽ തകർന്ന കണക്ക് തോന്നുന്നുണ്ട്. അവൾക്ക് സഹിക്കാനേ വയ്യ. ഭയങ്കരമായി തന്നെ അവൾ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് നമ്മൾ സ്നേക്കിയുടെ അച്ഛന്റെ വർക്ക്ഷോപ്പ് കാണുമ്പോൾ അവിടെ ഭയങ്കര സെലിബ്രേഷൻ നടക്കുകയാണ്. കാരണം ജിന്നിന് അപകടം പറ്റിയെങ്കിലും ആ റേസ് ബാക്കി കണ്ടിന്യൂ ചെയ്തിരുന്നു. അങ്ങനെ ആ റേസിൽ ജയിച്ചത് മറ്റാരും അല്ല, സാങ് ആണ്. അങ്ങനെ അതിന്റെ ഭയങ്കര ആഘോഷം അവിടെ നടക്കുമ്പോൾ സാങ് തനിയെ സ്നേക്കിയുടെ അച്ഛനോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, അങ്ങനെ ചെയ്തതുകൊണ്ട് അവൻ അപകടത്തിൽ പെട്ടില്ലെന്നില്ല, ജിന്നിന് അപകടം വരാൻ കാരണം ഈ സ്നേക്കിയുടെ അച്ഛനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാങ് പറയുമ്പോൾ ഞാൻ നിനക്കൊരു ഹെൽപ്പ് ചെയ്തതല്ലേ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് വല്ലാത്തൊരു കുറ്റബോധം ഉണ്ടാക്കുന്നു, ഞാൻ അർഹതയില്ലാത്തൊരു വിജയം നേടിയ കണക്ക് എനിക്ക് തോന്നുന്നു എന്നെല്ലാം അവൻ പറയുന്നുണ്ട്. എന്തായാലും അയാൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ജിൻ ഇവർക്കിട്ട് പണി കൊടുക്കാൻ നോക്കിയിട്ട് ജിന്നിനെ തന്നെ ഇപ്പോൾ ഇല്ലാണ്ടാക്കാൻ സാധിച്ചു എന്ന സന്തോഷം അയാൾക്കുണ്ട്. ഒഫീഷ്യലി ജിന്നിന്റെ മരണം ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിലും ജിൻ എന്തായാലും ആ നടന്ന അപകടത്തിൽ നിന്ന് രക്ഷപ്പെടില്ല. അവൻ
എന്തായാലും ചാമ്പലായിട്ടുണ്ടാവുന്നതാണ് അയാൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അവർക്ക് ഈസിയായി വീണ്ടും ഈ ഒരു പാർട്സിന്റെ ഒക്കെ കള്ളക്കടത്ത് നടത്താം. ജിൻ ഒരു കോമ്പറ്റീറ്ററായി അവരുടെ മുന്നിൽ ഇല്ലല്ലോ. പിന്നെ അവൻ അപകടം പറ്റിയെങ്കിൽ അത് അവന്റെ സ്കില്ലിന്റെ കുറവാ, അല്ലാതെ എന്റെ കുഴപ്പമല്ല. പിന്നെ എന്ത് തന്നെ ആയാലും ആ ഒരു പ്രോസസ് എന്തായാലും അവസാനം നീ ജയിച്ചല്ലോ, അത് മാത്രം ചിന്തിച്ചാൽ മതി എന്ന് സാങ്ങിനോട് അയാൾ പറയുന്നുണ്ടായിരുന്നു. ജിന്നിന് പക്ഷെ ഇങ്ങനെ അപകടം പറ്റി അതിലൂടെ താൻ ജയിച്ചു എന്നത് സാങ്ങിനെ ഒട്ടും സന്തോഷിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന അയാൾ, ഇപ്പൊ നീ എന്റെ ഗ്യാരേജിന്റെ ടോപ്പ് ഡ്രൈവറാണ്, ഒരു നന്ദിയില്ലായ്മ നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, അത് ഞാൻ വെച്ച് പൊറപ്പിക്കുകയില്ല എന്ന് ഒരു ഭീഷണി കണക്ക് അയാൾ പറയുന്നുണ്ടായിരുന്നു. ദേഷ്യത്തിൽ കയ്യിലുണ്ടായിരുന്ന ഷാമ്പയിൻ എടുത്തവന്റെ മുഖത്തും എറിയുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും സാൻലി ഇപ്പോഴും ജിന്നിനെ പറ്റി ഒരു വിവരം ഇല്ലെങ്കിലും ജിന്നിന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കോള് പോകുന്നുണ്ട്, റിംഗ് അടിക്കുന്നുണ്ട്, അറ്റൻഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. സാൻലിക്ക് അപ്പോ ഒരു ഡൗട്ട്, ജിൻ കാറിനകത്തുള്ളപ്പോ സ്ഫോടനം നടന്നെങ്കിൽ ജിന്നിന്റെ ഫോൺ ഇപ്പോ റിംഗ് അടിക്കാൻ ബാക്കി ഉണ്ടാവില്ല, തീർച്ചയായും അത് അപ്പാടെ തകർന്നു പോയതിന് റിംഗ് അടിക്കില്ലായിരുന്നു. അപ്പോൾ ഈ ഫോൺ ഇപ്പോഴും റിംഗ് അടിക്കുന്നുണ്ടെങ്കിൽ ജിൻ ആ ഒരു വെഹിക്കിൾ ബ്ലാസ്റ്റ് ആവുന്നതിന് മുന്നേ രക്ഷപ്പെട്ട് കാണും എന്നല്ലേ അതിന്റെ ഒരു അർത്ഥമെന്ന് അവന് തോന്നുന്നുണ്ട്. ഇത് അവൻ പറയുമ്പോൾ അടുത്ത് മൂവുണ്ട്. അത് കേൾക്കുമ്പോൾ മൂവിനൊരു നേരിയ പ്രതീക്ഷയൊക്കെ വരുന്നു. അവൾ വേഗം തന്നെ എന്തെങ്കിലും ഒന്ന് അന്വേഷിക്കാനായി പാൻകെയുടെ സഹായം ചോദിക്കുന്നുണ്ട്. തുടർന്ന് പാൻകെ ഒരുവിധം ആ ഓഫീസർ ലൂവിന്റെ കോൺടാക്ട് നമ്പർ തരപ്പെടുത്തുന്നു. അങ്ങനെ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ആദ്യം അയാൾ പറയാനൊന്നും തയ്യാറാവുന്നില്ലെങ്കിലും ഒടുക്ക മൂവിന്റെ ടെൻഷൻ മനസ്സിലാക്കുമ്പോൾ പേടിക്കേണ്ട, ജിൻ ജീവനോട് കൂടിയുണ്ട്, പക്ഷെ ആൾക്ക് സാരമായി പരിക്കേറ്റിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഒരു എമർജൻസി ട്രീറ്റ്മെന്റിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യങ്ങൾ അറിയിക്കുന്നു. ജിൻ ഇപ്പോഴും അൺകോൺഷ്യസ് ആയി തന്നെയാണ് ഉള്ളത്. എനിക്കൊന്ന് ജിന്നെ കാണണമെന്ന് മൂ പറയുമ്പോൾ ഈ ഒരു കേസിന്റെ വളരെ സെൻസിറ്റീവായ നേച്ചർ കാരണം വിസിറ്റേഴ്സിനൊന്നും അലോ ചെയ്യുന്നില്ല. പിന്നെ ജിൻ ഇപ്പോൾ ഉള്ള ലൊക്കേഷനും വളരെ സീക്രട്ട് ആയി തന്നെ കൊണ്ടു നടക്കാണ്. ഇപ്പൊ വന്ന് കണ്ടിട്ടും കാര്യമില്ല, ഞാൻ പറഞ്ഞില്ല ജിന്നിന് ബോധമില്ല. ജിൻ കണ്ണു തുറന്ന ശേഷം ഗുഡ് ന്യൂസുമായി ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് അയാൾ കോള് കട്ട് ചെയ്യുമ്പോഴേക്കും ജിന്നിനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും അവൻ എവിടെയാണെന്ന് കൃത്യമായി അറിയില്ലെങ്കിലും അവൻ ജീവനോട് കൂടി ഉണ്ടല്ലോ എന്ന ഒരു കാര്യം തന്നെ മൂവിനെ സംബന്ധിച്ച് ഭയങ്കര ആശ്വാസമായിരുന്നു. അങ്ങനെ ആ ഒരു നേരിയ ആശ്വാസത്തില് മൂ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അവൾക്ക് സ്റ്റെപ്പ് ഫാദറിന്റെ ഫോൺ കോൾ വരുന്നുണ്ട്. തുടർന്ന് അയാളെ അവൾ പോയി കാണുന്ന സമയത്താണ് ആ ഒരു വലിയ ന്യൂസ് അയാൾ പറയുന്നത്. ന്യൂസ് എന്ന് പറഞ്ഞാൽ മൂവിന്റെ അമ്മയെ പറ്റിയുള്ള വലിയൊരു രഹസ്യം. മറ്റൊന്നുമല്ല, മൂവിന്റെ അമ്മയ്ക്ക് ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നു. ആക്ച്വലി മൂവിന്റെ അമ്മയും അവളുടെ രണ്ടാനച്ഛനും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ പരിചയത്തിലുള്ള ഒരു ഡോക്ടറിനെ കാണാനായി പോകുന്ന സമയത്താണ് ഈ അസുഖത്തെ പറ്റി മനസ്സിലാക്കുന്നതും ആ ഒരു ഡിഫിക്കൽട്ട് ആയ സിറ്റുവേഷനിൽ അവരത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പോയപ്പോൾ നമുക്ക് ഒന്നിച്ച് ഈ ഒരു ഘട്ടം നേരിടാന്ന് പറഞ്ഞ് അങ്ങനെ അവർ വിവാഹിതരായതും. പക്ഷെ മൂവിനോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ കാനഡയിൽ ഒരു സർജറി അമ്മയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. അവിടെയുള്ള ഈ രണ്ടാനച്ഛന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ ഫ്രണ്ട് തന്നെയാണ് ആ ഒരു സർജറി ചെയ്തു കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ കാര്യങ്ങൾ ഇപ്പോൾ ഇദ്ദേഹം പറയുമ്പോൾ മാത്രമാണ് മൂ അറിയുന്നത്. അവൾക്ക് അത് വലിയൊരു ഷോക്കായിരുന്നു. മൂവിനോട് ഈ കാര്യങ്ങളൊന്നും ഇതുവരെ അമ്മ പറയാതിരുന്നത് അവളെ വെറുതെ സങ്കടപ്പെടുത്തണ്ട എന്ന് കരുതിയാണെന്ന് പറയുന്ന ആ രണ്ടാനച്ഛൻ, എന്തായാലും ഇപ്പോ നിന്റെ അമ്മ നിന്നെ ആവശ്യമുള്ള ഒരു ഘട്ടത്തിലാണുള്ളത്, അവരുടെ റിക്കവറിക്കും മറ്റുമായി ഒരു സപ്പോർട്ടായി നീ കൂടെ ഉണ്ടാവണം. എന്റെ തിരക്കിനിടയിൽ എനിക്ക് എത്രത്തോളം ശ്രദ്ധിക്കാൻ സാധിക്കുമെന്ന് അറിയില്ല, നീ ഇപ്പൊ കൂടെ ഉള്ളത് നിന്റെ അമ്മയ്ക്ക് വലിയൊരു ആശ്വാസവും സഹായവും ഒക്കെയാണെന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ അമ്മയെ തനിക്ക് കൂടെ നിന്ന് നോക്കാൻ ഇതുവരെ സാധിച്ചില്ലല്ലോ, എന്തായാലും ഇനി താനത് ഒട്ടും സമയം കളയാതെ നോക്കണമെന്ന് തീരുമാനിച്ചവൾ ഇത്രയും നാള് കാനഡയിലേക്ക് അമ്മ പലത് പറഞ്ഞ് വിളിച്ചിട്ടും പോയില്ലെങ്കിലും ഇപ്പോഴേ കാനഡയിലേക്ക് പോകാനായി തീരുമാനിക്കുന്നു. പക്ഷെ പോകുന്നതിന് മുന്നേ പല തവണ അവൾ ജിന്നിന് മെസ്സേജ് അയച്ചു നോക്കുന്നുണ്ട്, അവൾക്ക് പെട്ടെന്ന് ഈ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്. പക്ഷെ ഒരു റിപ്ലൈ ഇല്ല. ഈ ഒരു മെസ്സേജ് കണ്ട എനിക്ക് എത്രയും പെട്ടെന്നൊന്ന് റിപ്ലൈ അയക്കണമെന്ന് ഭയങ്കരമായി കെഞ്ചി മെസ്സേജ് അയച്ചാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഇപ്പൊ നമ്മൾ ജിന്നിനെ കാണുമ്പോഴേക്കും അവന് ബോധമൊക്കെ വീണ്ടും കിട്ടിയിരിക്കുന്നു. ഓഫീസർ ലൂ അവന്റെ ഫോണിൽ മൂ അയച്ച ആ മെസ്സേജുകളൊക്കെ കാട്ടിക്കൊടുക്കാണ്. ഈ മെസ്സേജ് ഒക്കെ കാണുന്ന ജിന്നിന്റെ ഏറ്റവും അത്യാവശ്യമായി ആ ഒരു ഓഫീസറിനോട് ആവശ്യപ്പെടുന്നത് എനിക്ക് സാൻലിയെ കോൺടാക്ട് ചെയ്യണം എന്നതായിരുന്നു. അങ്ങനെ മൂ ആകട്ടെ അവളുടെ യാത്ര പുറപ്പെടാനായി ഇരിക്കുന്ന ആ ഒരു ദിവസം തന്നെ സാൻലി വേഗം തന്നെ മൂവിനെ കൂട്ടി ഒരു സ്ഥലത്തേക്ക് രഹസ്യമായി പോകുന്നുണ്ട്. അവിടെ എത്തുന്നവൾ അവിടെ ബാൽക്കണിയിൽ നിൽക്കുന്ന ജിന്നിനെ കാണുന്നു. അവൻ തീരെ വയ്യാണ്ട് ആകെ വീക്കായി നിൽക്കുകയാണെന്ന് ആ ഒരു നിൽപ്പ് കാണുന്ന അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ നിന്ന് അമ്മയുടെ അടുത്തേക്ക് പുറപ്പെടുന്നതിന് മുന്നേ അവൾ അവസാനമായി അല്പം ദൂരെ നിന്ന് ജിന്നിനെ കണ്ട ഒരേ ഒരു നിമിഷം. അങ്ങനെ രണ്ടുപേരും അവിടെ അന്ന് കണ്ട് പിരിഞ്ഞ ശേഷം പിന്നീട് നമ്മൾ മൂവിനെ കാണുമ്പോൾ മൂ ഇപ്പോ അമ്മയുടെ കൂടെ നിന്ന് അമ്മയെ പരിചരിക്കുന്നതിനോടൊപ്പം തന്നെ അവളുടെ എഡ്യൂക്കേഷനും അവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവൾക്ക് അവിടെ പക്ഷെ പഠിക്കാനൊക്കെ നല്ല പാടുണ്ട്. അവൾ അവിടെ എടുത്തിരിക്കുന്ന പഠന വിഷയം നാച്ചുറൽ സയൻസ് പ്രോഗ്രാം ഫോക്കസിംഗ് ഓൺ ഫിസിക്സ് ആൻഡ് ആസ്ട്രോണമിയാണ്. അവൾക്ക് അവിടെ പഠിപ്പിക്കുന്ന ഫോറിൻ ലാംഗ്വേജ് ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയി തന്നെയാണ് ഉള്ളത്. അവൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ജിന്നിന് മെസ്സേജ് അയക്കാറുണ്ട്, പഠന വിശേഷങ്ങളും അമ്മയുടെ ആരോഗ്യത്തിന്റെ അപ്ഡേറ്റ്സും ഒക്കെ തന്നെ. എത്രയും പെട്ടെന്ന് ജിന്നിന്റെ നാട്ടിലെ ലീഗൽ ട്രബിളൊക്കെ മാറി അവൻ എത്രയും പെട്ടെന്ന് തന്നെ കാണാൻ വരണം, അതെന്ന് നടക്കും എന്നതൊക്കെയാണ് അവളുടെ ഇപ്പോഴത്തെ ഭയങ്കര ടെൻഷൻ നിറഞ്ഞ
കാര്യങ്ങളൊക്കെ. ഇതേ ടീം ജിന്നാകട്ടെ ഇപ്പോഴും റിക്കവറി സ്റ്റേറ്റിലാണുള്ളത്. അവന്റെ അസുഖം പൂർണ്ണമായും മാറിയിട്ടില്ല. ലിൻ ഒരു റീഹാബിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് ആയ ജൂലിയ എന്ന ഒരാളെ ജിന്നിന്റെ ഈ ഒരു റിക്കവറി ഫേസിൽ അവനെ അസിസ്റ്റ് ചെയ്യാനായി ഏർപ്പാടാക്കുന്നുണ്ട്. എന്തായാലും സാൻലിയോട് ഇതിനിടയിൽ ജിൻ പറയുന്ന ഒരു കാര്യമുണ്ട്. മൂ ഇപ്പോ വിദേശത്ത് പോയി അവളുടെ പുതിയൊരു ലൈഫ് ലീഡ് ചെയ്യണം, അവളവിടെ നന്നായി ജീവിക്കണം എന്നതാണ് എന്റെ ആഗ്രഹം. എന്നെ ഇപ്പോ ഒന്നിനും കൊള്ളാത്തൊരു അവസ്ഥയിലാണ്, എനിക്ക് ഒന്നും വയ്യ. നിനക്കറിയാലോ എന്റെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെ. അവൾ എന്നെ ഓർത്തിരുന്ന് അവളുടെ ലൈഫ് നശിപ്പിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അവൾ നന്നായി ജീവിക്കട്ടെ. അതുകൊണ്ട് തന്നെ അവൾ ഇനി എന്നെ പറ്റി വല്ലതും അറിയാനേ നിന്നെ വിളിച്ച നീ കോൾ അറ്റൻഡ് ചെയ്ത് അവൾക്ക് വീണ്ടും എന്നിലേക്ക് ഒരു അടുപ്പം തോന്നുന്ന രീതിയിൽ എന്റെ ഒന്നും തന്നെ പറഞ്ഞു കൊടുക്കണ്ട. അവൾ എന്നെ മറക്കട്ടെ. എന്നെ പറ്റി ഒന്നും അറിയാതാവുമ്പോൾ അവൾ എന്നെ മറക്കും, അതാ അവൾക്ക് നല്ലതെന്നൊക്കെ അവൻ ഇങ്ങനെ പറയുന്നുണ്ട്. ജിന്നിനെ നടക്കാനേ സാധിക്കെങ്കിലും അവന്റെ സ്പൈനൽ നെർവ് ഇഞ്ചുറീസ് ഒക്കെ കാരണം റേസോ കാര്യങ്ങളോ ഒന്നും അവന് ചെയ്യാനേ സാധിക്കില്ല. ജിന്നിനാണെങ്കിൽ എങ്ങനെ നടന്ന ഒരാളാണ് ഇപ്പൊ ഇങ്ങനെ ആയല്ലോ എന്നുള്ള ഭയങ്കരമായ സങ്കടമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ ലൈഫിലേക്ക് ഒരിക്കലും ഇനി അവളെ കൊണ്ടുവരരുത്, അവൾ ബെറ്റർ ആയ രീതിയിൽ ജീവിക്കണം എന്നതാണ് അവൻ ചിന്തിക്കുന്നത്. അവൻ ഇങ്ങനെ ചിന്തിച്ച് അവളെ അവോയ്ഡ് ചെയ്യാൻ നോക്കുമ്പോൾ അവളുടെ മെസ്സേജുകൾക്കൊന്നും ആൻസർ കിട്ടാതാവുമ്പോൾ അവൾ ഭയങ്കര സങ്കടത്തിലാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് ജിൻ തന്നെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് അവൾക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. കാര്യമായിട്ട് ഒന്നും റിപ്ലൈ അയച്ചില്ലെങ്കിലും ഒരു സ്മൈലി ഒരു ഇമോജി എങ്കിലും തിരിച്ച് തനിക്ക് താൻ ഈ അയക്കുന്ന മെസ്സേജുകൾക്കൊന്നും അയച്ചിരുന്നെങ്കിലെന്ന് അവൾ ഭയങ്കരമായി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഓഫീസർ ലൂ ആവട്ടെ ഒരു ഗുഡ് ന്യൂസ് ജിന്നിനെ അറിയിക്കുന്നുണ്ട്. സ്മഗ്ലിംഗ് കേസ് സോൾവ് ആയെന്ന്. സംഭവം എന്താന്ന് വെച്ചാൽ സാങ്ങിലെ, അതായത് നമ്മുടെ സ്നേഹിയുടെ പുറകെ നടക്കുന്ന അവളുടെ അച്ഛന്റെ ഗ്യാരേജിലെ ആ ഒരു ഡ്രൈവർ ജിന്നിനെ അപകടത്തിൽപ്പെടുത്തി അങ്ങനെ അവന് അതിൽ ജയിച്ചു എന്ന ഭയങ്കര കുറ്റബോധം പോലും ഉണ്ടായിരുന്നല്ലോ. ആക്ച്വലി അവൻ അവിടെ നടക്കുന്ന തെറ്റുകൾ പോലീസിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് അവൻ സാക്ഷിയായി മൊഴി കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു റേസ് ജയിച്ച് എന്ത് തെളിവാണോ അവരുടെ തെറ്റുകൾ പുറത്തു കൊണ്ടുവരാനായി ജിൻ ശേഖരിക്കാനായി ഇരുന്നത് അതൊന്നും നടന്നില്ലെങ്കിലും ഇപ്പോൾ ഇവന്റെ മൊഴിയോടുകൂടി ആ കാര്യങ്ങൾക്കൊക്കെ തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും അങ്ങനെ അവൻ മൊഴി കൊടുത്ത ഒരു കേസ് ഇവർക്ക് തെളിയിക്കാനായി സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് ജിന്നിന്റെ തെറ്റുകൊണ്ടല്ല ഒരു ആക്സിഡന്റ് നടന്നത്. ജിൻ മോഡിഫൈ ചെയ്ത കാറിൽ ഇവർ തിരിമറി നടത്തിയതാണെന്ന കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചു. അതുകൊണ്ട് ജിൻ ഇപ്പോൾ ക്ലീൻ ആണെന്ന കാര്യങ്ങളൊക്കെ ആ ഓഫീസർ ജിന്നിനെ അറിയിക്കുമ്പോൾ അവൻ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. ഇതേ ടീം ജിന്നിന്റെ വണ്ടി ഈ ഒരു ബ്രേക്ക് സിസ്റ്റം ഹാക്ക് ചെയ്യപ്പെട്ടത് എങ്ങനെയാണെന്നും കൂടി കണ്ടുപിടിച്ചു എന്ന് പറയുന്നു. ജിന്നിന്റെ ഗ്യാരേജിലെ 2 സ്റ്റാഫ്സ് ഉണ്ടായിരുന്നല്ലോ, അതിൽ ഒരു സ്റ്റാഫിനെ സ്നേക്കിയുടെ അച്ഛൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. ആ സ്റ്റാഫിന്റെ വീട്ടുകാരെ കസ്റ്റഡിയിലാക്കി അവരെ ഉപദ്രവിക്കുമെന്നും പറഞ്ഞാണ് അയാൾ വഴി ജിന്നിന്റെ കാറിന്റെ ബ്രേക്ക് സിസ്റ്റം സ്നേക്കിയുടെ അച്ഛൻ ഹാക്ക് ചെയ്തതും അതുവഴിയാണ് ജിന്നിന് അപകടം സംഭവിച്ചത്. അങ്ങനെ ആ ഒരു കേസിൽ അറസ്റ്റ് നടന്നിട്ടുണ്ടെന്ന കാര്യങ്ങളൊക്കെ ഓഫീസർ ജിന്നിനെ അറിയിക്കുന്നു. ഈ സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. ആക്ച്വലി ജിന്നിനെ ഹോസ്പിറ്റലിൽ വന്നു കണ്ട് സാങ് അവനോട് മാപ്പ് പറഞ്ഞിരുന്നു. ആ ഒരു റേസിന്റെ ഇടയിൽ എന്തെങ്കിലും പണി സ്നേക്കിയുടെ അച്ഛൻ ഒപ്പിക്കുമെന്ന് അറിയാമായിരുന്നെങ്കിലും ജിന്നിന്റെ വണ്ടിയിൽ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ച് ജിൻ ഇങ്ങനെ അപകടത്തിലാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. താൻ അറിഞ്ഞോണ്ടല്ല അങ്ങനെ ഒരു കാര്യം നടന്നത്, അറിഞ്ഞോ അറിയാതെ എന്തായാലും അതിന്റെ ഒരു ഭാഗമായതിന്റെ പേരിൽ ഭയങ്കരമായ കുറ്റബോധം ഉണ്ടെന്നൊക്കെ സാങ് വന്ന് പറഞ്ഞത് ജിൻ ഇപ്പൊ ഓർക്കുന്നുണ്ട്. ആക്ച്വലി അങ്ങനെ ജിന്നിന്റെ മുന്നിൽ വന്ന് മാപ്പ് പറഞ്ഞ് പോയ ശേഷമാണ് അവൻ ഈ കേസും കുറ്റമൊക്കെ തെളിയിക്കുന്ന രീതിയിലെ മൊഴി അന്വേഷണ സംഘത്തിന് നൽകിയത്. ഇതെല്ലാം കേൾക്കുമ്പോൾ ജിന്നിന് ഒരു ആശ്വാസമാവുന്നുണ്ട്. അവൻ ആഗ്രഹിച്ച കാര്യം എന്തായാലും നടന്നല്ലോ എന്ന്. എന്നിരുന്നാലും അവന്റെ കാലിന്റെ അവസ്ഥയും അവന്റെ ആരോഗ്യാവസ്ഥയൊക്കെ പരിഗണിക്കുമ്പോൾ അപ്പോഴും അവന് മൂവിനെ തിരിച്ച് വീണ്ടും അവന്റെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി ഒട്ടും തന്നെ താല്പര്യം തോന്നുന്നില്ല. ഇതേ ടൈം തന്നെ നമുക്കൊരു ഫ്ലാഷ് ബാക്കും കൂടി കാണാം. ആക്ച്വലി ആ ഒരു ലൂമിനസ് പേൾ എന്ന ഫയർ വർക്ക് അവിടെ മൂവ് ഉപയോഗിച്ചത് കൊണ്ടാണ് ഒരു അപകട സൂചന ആ റേസിന്റെ ഇടയിൽ ജിന്നിന് ലഭിച്ചതും അവൻ തന്ത്രപരമായി അപ്പോൾ ബ്രേക്ക് യൂസ് ചെയ്യാനായി നോക്കിയതും അത് കിട്ടുന്നില്ല എന്ന് കണ്ട് ആക്ച്വലി അവൻ ആ ഒരു വണ്ടി ഇപ്പോൾ ക്രാഷ് ആവുന്നു മനസ്സിലാക്കി അതിന് മുന്നേ വണ്ടിയിൽ നിന്ന് എടുത്ത് ചാടിയതും അവന് അങ്ങനെ ഒരു സൂചന ലഭിച്ച് അവൻ ആ ഒരു ടൈം കറക്റ്റായി ആലോചിച്ച് പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ വണ്ടി പോയി ക്രാഷ് ആവുകയും അവൻ തീർച്ചയായും അതോടെ മരണപ്പെടുകയും ചെയ്തേനെ. പക്ഷെ എന്തിരുന്നാലും അവന്റെ ജീവൻ രക്ഷപ്പെടുത്തിയത് അവളാണ് എന്ന ഒരു കാര്യവും അവന് വ്യക്തമായി ഇവിടെ അറിയാം. കൂടാതെ മറ്റൊരു കാര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത് ആക്ച്വലി രണ്ടുപേരും കണ്ടിരുന്നല്ലോ പിരിയുന്നതിന് മുന്നേ. അപ്പോ ദൂരെ നിന്ന് കാണുക മാത്രമല്ല അടുത്ത് നിന്നവർ സംസാരിക്കുകയും കൂടി ചെയ്തിരുന്നു. ആ സമയത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ മൂ അടുത്തിരുന്ന് കരയുമ്പോൾ മൂവിന്റെ കവിളിൽ ആ ഒരു കണ്ണുനീര് തുടയ്ക്കാൻ ഉള്ള ശേഷി പോലും ആ ടീം ജിന്നിനുണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കുന്നവൻ അവളോട് നീ എന്നെ മറന്ന് ലൈഫിൽ മുന്നോട്ട് പോകണം, എന്നെക്കാളും നല്ല ഓപ്ഷൻ നിനക്ക് ലഭിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് അവൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് അങ്ങനെ ആലോചിച്ച് ഇപ്പോൾ ഒരു തീരുമാനം ജിൻ വീണ്ടും എടുക്കുന്നുണ്ട്. അവൻ വേഗം തന്നെ മൂവിനൊരു മെസ്സേജ് അയക്കുന്നു. ഹാൻലിയുടെ ഫോൺ മേടിച്ച് ഇനി എന്നെ കോൺടാക്ട് ചെയ്യരുത്, എന്റെ കോൺടാക്ട് നമ്പർ ഞാൻ കളയാൻ പോവാണ്, കൂടാതെ ഞാനിപ്പോൾ ഉള്ള നാട്ടിൽ നിന്നും ഞാൻ താമസം മാറിപ്പോവാണ്, ഇനി എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കരുതെന്ന്. അങ്ങനെ അവൻ ആ ഒരു കോൺടാക്ട് നമ്പറും എല്ലാം തന്നെ ഉപേക്ഷിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നീട് ഈ ഒരു മെസ്സേജ് റിസീവ് ചെയ്യുന്ന മൂ എന്തിനാണ് ജിൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആകെപ്പാടെ സങ്കടപ്പെട്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അങ്ങനെ ജിന്നിനെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കാതെ മൂ തന്നെ കോൺടാക്ട് ചെയ്ത് അവൾ നല്ലൊരു ലൈഫ് തേടി പോകണം എന്ന രീതിക്ക് ജിന്നും. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.